ഹലോ കൂട്ടുകാരി, എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നല്ല മനസ്സുള്ള ഒരു കുഞ്ഞിക്കുരുവിയുടെ കഥയാണ്. കഥയുടെ പേരാണ് വലിയ മനസ്സുള്ള കുഞ്ഞിക്കുരുവി. ഒരിക്കലൊരിടത്ത് ചിന്നവനം എന്നു പേരുള്ള മനോഹരമായ ഒരു കാടുണ്ടായിരുന്നു. ഒരുപാട് മരങ്ങളും ചെടികളും പുഴയും മലയും ഒക്കെയുള്ള വലിയ കാടായിരുന്നു അത്. അവിടെ വലിയ ആനയും സിംഹരാജനും കള്ളക്കുറുക്കനും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഇടയിൽ ചിന്നു എന്ന പേരുള്ള ഒരു കൊച്ചു കുരുവിയും താമസിച്ചിരുന്നു. ചിന്നു കാണാൻ വളരെ കുഞ്ഞായിരുന്നു, പക്ഷേ അവൾക്ക് എല്ലാവരോടും വലിയ സ്നേഹമായിരുന്നു. കാട്ടിലെ മറ്റെല്ലാ മൃഗങ്ങൾക്കും ചിന്നുവിനെയും വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പെട്ടെന്ന് ആകാശമാകെ ഇരുണ്ടുമൂടി കറുത്തു വന്നു. ഒപ്പം അതിശക്തമായ മഴയും പെയ്യാൻ തുടങ്ങി. പുഴയും തോടും ഒക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ തുടങ്ങി. വഴിയും പുഴയും തിരിച്ചറിയാൻ പറ്റാത്തത്ര വെള്ളം നിറഞ്ഞു കാട്ടിലാകെ. ചെറിയ ഉറുമ്പുകൾ പറഞ്ഞു, അയ്യോ, ഇനി ഞങ്ങൾ എങ്ങനെ നടക്കും? വഴിയെല്ലാം വെള്ളം കൊണ്ട് മൂടിയല്ലോ. പേടിച്ച് മുയൽക്കുട്ടൻ പറഞ്ഞു, എന്റെ ഗുഹ എവിടെ? എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇതെല്ലാം കണ്ടിട്ട് പേടിച്ച് കുഞ്ഞിമാൻ ഉറക്കെ കരയാനും തുടങ്ങി. കാട്ടിലെ മറ്റെല്ലാ മൃഗങ്ങളും ഒരുപോലെ വിഷമത്തിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പരിഭ്രമിച്ചു. ഇതേ സമയം നമ്മുടെ ചിന്നുകുരുവി ആകാശത്ത് നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എല്ലാവരും വല്ലാതെ വിഷമിക്കുകയാണല്ലോ. ചിന്നു പറഞ്ഞു, എങ്ങനെയാണ് എനിക്കിവരെ സഹായിക്കാൻ കഴിയുക? ഞാൻ വളരെ കുഞ്ഞല്ലേ. എന്തായാലും എന്തെങ്കിലും ചെയ്യണം. ഇനി ഒട്ടും വൈകിച്ചുകൂടാ. ഇങ്ങനെ ചിന്തിച്ച് ആദ്യം തന്നെ ചെറിയ ഇലകളെല്ലാം കൂട്ടി ഉറുമ്പുകൾക്ക് പോകാനായി ചിന്നു ഒരു പാലമുണ്ടാക്കി. ഇത് കണ്ട ഉറുമ്പുകൾക്ക് വളരെ ആശ്വാസമായി. ഉറുമ്പുകളെല്ലാം സന്തോഷത്തോടെ ചിന്നുവിനോട് നന്ദി പറഞ്ഞു. പിന്നീട് ചിന്നു വഴിയറിയാതെ ശങ്കിച്ചു നിന്ന മുയൽക്കുട്ടനെ ഗുഹയിലേക്ക് പോകാനായി ആകാശത്ത് നിന്ന് വഴി പറഞ്ഞു കൊടുത്തു. ഗുഹയിലെത്തിയ മുയൽക്കുട്ടൻ പറഞ്ഞു, എത്ര നല്ലവളാണ് നീ. ഇപ്പോഴും പേടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കുഞ്ഞുമാൻ. അവനോട് സ്നേഹത്തോടെ ചിന്നു പറഞ്ഞു, പേടിക്കണ്ടാട്ടോ, നിന്നോടൊപ്പം ഞാനുണ്ടല്ലോ. ചിന്നു കുഞ്ഞുമാനെ അമ്മമാന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സുരക്ഷിതമായി ഏൽപ്പിച്ചു. കുഞ്ഞിനെ കണ്ട അമ്മമാൻ സന്തോഷത്തോടെ പറഞ്ഞു, നന്ദി കുഞ്ഞിക്കുരുവി. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. മഴ മാറി, സൂര്യൻ വീണ്ടും തെളിഞ്ഞു. കാട് വീണ്ടും സന്തോഷത്താൽ നിറഞ്ഞു. എല്ലാ മൃഗങ്ങളും ചിന്നുവിന്റെ അടുത്തേക്ക് വന്നു. അവർ പറഞ്ഞു, കാഴ്ചയിൽ നീ വളരെ ചെറുതാണ്, പക്ഷേ നീ ചെയ്ത കാര്യങ്ങൾ വളരെ വലുതും. നീ വളരെ വലിയ മനസ്സിന്റെ ഉടമയാണ്. ചിന്നു സന്തോഷത്തോടെ ചിരിച്ചു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് എന്ത് പാഠമാണ് നമ്മൾ പഠിക്കുന്നത്? അതെ, ആരുടെയും വലുപ്പത്തിലല്ല കാര്യം, നന്മ ചെയ്യാനുള്ള മനസ്സിലാണ്. അതാണ് ഒരാളെ വലിയവനും ചെറിയവനും ഒക്കെ ആക്കുന്നത്. അതുകൊണ്ട് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോഴെല്ലാം കൂട്ടുകാരും മറ്റുള്ളവരെ സഹായിക്കണം കേട്ടോ. അപ്പോ ബൈ.